നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും അമ്മാവനെയും കൊലപ്പെടുത്തിയ കേസ് പ്രതിയുടെ ശിക്ഷ ശനിയാഴ്ച വിധിക്കും. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര വിപണി കോട്ടയം ജില്ലയിൽ തുറന്നു. സഹകരണ മേഖലയുടേത് സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കുഞ്ഞു പാപ്പാമാർ അരങ്ങ് കീഴടക്കി. ഗാനങ്ങൾക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. സ്കൂളുകളിൽ വർണ്ണാഭമായി ക്രിസ്തുമസ് ആഘോഷം. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ ശിക്ഷ ശനിയാഴ്ച പറയും. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ജെ നാസർ ശിക്ഷ വിധിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ രഞ്ജി കുര്യൻ, മാതൃസഹോദരൻ മാത്യു സക്കറിയ എന്നിവരെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതി കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ പടിയിൽ കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യന് ശിക്ഷ പറയുന്നത് ശനിയാഴ്ചയിലേക്ക് മാറ്റി. വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും പറയാനുള്ളത് വിശദമായി കോടതി കേട്ട ശേഷമാണ് വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയത്. താൻ നിരപരാധിയാണെന്നും അമ്മയ്ക്ക് ഏറെ പ്രായമുണ്ടെന്നും നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ടെന്നും കൂടാതെ തന്റെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും പ്രതി ജോർജ് കുര്യൻ പറഞ്ഞു. എന്നാൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും അപ്രതീക്ഷിത സാഹചര്യത്തിന്റെയോ പ്രകോപനത്തിന്റെയോ പേരിലല്ല കൊലപാതകം നടന്നതെന്നും ഇത് അപൂർവമായ കേസായി കണക്കാക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതി ദയ അർഹിക്കുന്നില്ല എന്ന് സമർത്ഥിക്കാൻ അരമണിക്കൂറോളം നീണ്ട വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി.എസ്. അജയൻ നടത്തിയത്. ഇത്തരത്തിൽ നടന്ന സമാന സംഭവങ്ങളിലെ മുൻ വിധിന്യായങ്ങളും മറ്റും ഇതിനായി ചൂണ്ടിക്കാട്ടി. കൂടാതെ സമൂഹത്തിൽ ഉന്നത സാമ്പത്തിക നിലയിലുള്ള പ്രതിയിൽ നിന്നും വലിയ നഷ്ടപരിഹാരം ഈടാക്കി വാദിഭാഗത്തിന് നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ മറുവാദവുമായി പ്രതിഭാഗവും 30 മിനിറ്റിലധികം നീണ്ട വിശദമായ പ്രതിവാദം നടത്തി. പ്രതിക്ക് സംഭവത്തിൽ പശ്ചാത്താപമുണ്ടെന്നും മാനസാന്തരത്തിനുള്ള കാലയളവ് ഇനി ഉണ്ടാക്കണമെന്നും പ്രതിഭാഗം പറഞ്ഞു. കരിക്കിൻ വില്ല കൊലപാതക കേസിലെ പ്രതി റെന്നി ജോർജ് ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ സജീവമായിരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ജോർജ് കുര്യനും നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. കൂടാതെ സാമ്പത്തിക നില ആകെ തകർന്ന പ്രതിയുടെ കുടുംബത്തിന് ഇപ്പോൾ അതീവ ഗുരുതരമായ ബാധ്യതകളുണ്ടെന്നും വിശദമായ വാദത്തിലൂടെ ചൂണ്ടിക്കാട്ടി. സ്വത്ത് തർക്കത്തിൽ 3 പേർ വരെ കൊല്ലപ്പെട്ട നിരവധി കേസുകളുണ്ടെന്നും ഇതിലൊന്നും അതൊന്നും അപൂർവമായ കേസാണെന്ന വിധി പ്രസ്താവന ഉണ്ടായിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ജെ നാസറാണ് ശിക്ഷ വിധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ മുൻ എം പി അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ മുൻ എം പി അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക, സഹകരണ പെൻഷൻകാർക്ക് DA അനുവദിക്കുക, മിനിമം പെൻഷൻ, പരമാവധി പെൻഷൻ ഇവയുടെ പരിധി വർദ്ധിപ്പിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. മാമമ്മപ്പിള ഹാളിന് സമീപത്തു നിന്നും കളക്ടറേറ്റിന് മുന്നിലേക്ക് നടന്ന മാർച്ചിൽ 100 കണക്കിന് സഹകരണ പെൻഷൻകാർ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ മുൻ എം പി അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ജീവനക്കാർക്കും DA അനുവദിച്ചപ്പോൾ സഹകരണ പെൻഷൻകാർക്ക് മാത്രം DA അലവൻസ് അനുവദിക്കാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മിനിമം പെൻഷൻ 3500 എന്നുള്ളത് 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം, അല്ലേ? 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം മിനിമം പെൻഷൻ. ഇങ്ങനെ സഹകരണ ജീവനക്കാരെ സംബന്ധിച്ച് ന്യായമായ ആവശ്യം, ഒരു അധികപ്പറ്റുള്ള ആവശ്യമല്ല. DA കിട്ടിയിരുന്നതാണ്, മറ്റുള്ളവർക്കെല്ലാം കിട്ടുന്നതാണ്. ഞങ്ങളെപ്പോലെ ജോലി ചെയ്തിരുന്ന വിരമിച്ച പെൻഷൻകാർക്കെല്ലാം DA കിട്ടുന്നു, ഞങ്ങൾക്ക് മാത്രം കിട്ടാതാക്കുന്നു. അതെന്ത് ന്യായമാണ്? അപ്പൊ DA പുനഃസ്ഥാപിക്കണം, മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കണം. സംഘടന ജില്ലാ പ്രസിഡന്റ് TG മാത്യു തെങ്ങുംപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ KM തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മാണി സി കാപ്പൻ MLA, INTUC കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല, KCSPA ജില്ലാ സെക്രട്ടറി അവീര ജോസ് തുരുത്തിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VG വിജയകുമാർ, MN ഗോപാലകൃഷ്ണ പണിക്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു.
സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷം പൊടിപൊടിച്ചു. പൊൻകുന്നം CMS LP സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ കുരുന്നുകളുടെ പ്രകടനം നവ്യാനുഭവമായി. പൊൻകുന്ന അട്ടിക്കൽ CMS LP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. സ്കൂൾ ഹെഡ് മിസ്റ്റർ സിബി പി തോമസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ സജി ജോസഫ് കുട്ടികൾക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകി. ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന സ്നേഹമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. എന്നാല് നമുക്കറിയാം, മതങ്ങളുടെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ മനുഷ്യർ തമ്മിൽ അടിക്കുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മളൊക്കെ പ്രതിജ്ഞ ചൊല്ലുമ്പോഴല്ലേ, നിങ്ങള് അസംബ്ലിക്ക് ടീച്ചർമാരെ പ്രതിജ്ഞ ചൊല്ലി തരാറുണ്ടല്ലേ? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ്. അപ്പൊ നമ്മുടെ ഈ രാജ്യത്തുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നമ്മുടെ സഹോദരനായിട്ട്, സഹോദരിയായിട്ട് കാണാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അർത്ഥവത്താകുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും കലാപരിപാടികൾ അവതരിപ്പിച്ചു. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വലോകനാഥനം മശിഹ. കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഡാൻസും കരോൾ ഗാനവും ക്രിസ്മസ് ആഘോഷത്തെ കൂടുതൽ നിറവണിയിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഷെർലി ജെ, സന്തോഷ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തിരുപ്പിറവിയുടെ ദിവ്യ സന്ദേശം വിളിച്ചോതി പാലാ സെന്റ് മേരീസ് LP സ്കൂളിൽ കുരുന്നുകളുടെ ക്രിസ്തുമസ് ആഘോഷം. കൊച്ചു പാപ്പാമാരും കുരുന്നുകളും ഗാനങ്ങൾക്ക് ചുവടുവെച്ചു. തിരുപ്പിറവിയുടെ സന്ദേശം വിളിച്ചോതി പാലാ സെന്റ് മേരീസ് LPSൽ കുരുന്നുകളുടെ ക്രിസ്തുമസ് ആഘോഷം. കൊച്ചു പാപ്പാമാരും ചുവപ്പും വെള്ളയും വസ്ത്രങ്ങളണിഞ്ഞ കുരുന്നുകളും ഗാനങ്ങൾക്ക് ചുവടുവെച്ചപ്പോൾ കാണികൾക്ക് അത് നവ്യാനുഭവമായി. വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ക്രിസ്മസ് സന്ദേശം വിളിച്ചോതുന്ന സ്കിറ്റുകൾ, കരോൾ ഗാനങ്ങൾ, പാപ്പ ഡാൻസ് എന്നീ വൈവിധ്യമാർന്ന പരിപാടികളും ഉണ്ടായിരുന്നു. ലാലം പഴയ പള്ളി പാരിഷകളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കഴി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോഷുവ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ബിൻസി സെബസ്റ്റ്യൻ, സിസ്റ്റർ ലിജി, മാഗി ആൻഡ്രോസ്, ലിജോ മാത്യു, ലിജോ ആനിത്തോട്ടം, കാവ്യവാൾ മാണി, ജോണിമൽ തോമസ്, സിസ്റ്റർ മരിയ റോസ്, ജോയ്സ് മേരി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സഹകരണ വകുപ്പ് നേതൃത്വം നൽകുന്ന കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്തുമസ് പുതുവത്സര വിപണിക്ക് തുടക്കമായി. സഹകരണ മേഖലയുടേത് സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി VN വാസവൻ പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏറ്റുമാനൂരിൽ നടന്നു. സഹകരണ മേഖലയുടേത് സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളാണെന്നും അതിന്റെ ഭാഗമായാണ് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് വഴി സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതെന്നും വിപണി ഉദ്ഘാടനം ചെയ്ത് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഗുണമേന്മയേറിയ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുകയാണ് കൺസ്യൂമർ ഫെഡ് ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാധാരണക്കാരന് ഈ വലിയ രൂപത്തിലുള്ള വിലനിലവാരം വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്രയേറെ ആശ്വാസം പകർന്നുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൺസ്യൂമർ ഫെഡിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഓരോ പ്രോഡക്റ്റ് എടുത്ത് പരിശോധിച്ചാലും എല്ലാം ഏറ്റവും നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റിനെ വെല്ലുന്ന രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ത്രിവേണിയുടെ പേരിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇപ്പൊ മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത്. ഈ നമുക്ക് തരുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ലാബറട്ടറിയിൽ പരിശോധിച്ച് അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ്. ഇതിലൊരു കോംപ്രമൈസും ഇല്ല, കൃത്യമായി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ കൺസ്യൂമർ ഫെഡിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയാൽ
ഗുണം 2. ഒന്ന് വിലയിൽ വരുന്ന ലാഭം, 2 പ്രോഡക്റ്റിന്റെ മെച്ചം. ഈ 2 ഗുണങ്ങൾ നമുക്ക് കാണാൻ. വേദിയിൽ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിലും മന്ത്രി പങ്കെടുത്തു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റ് ഉൽപ്പന്നങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിലും വിപണിയിൽ ലഭിക്കും. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പടിയറ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ M സലീം, നഗരസഭാംഗങ്ങളായ ES ബിജു, രശ്മി ശ്യാം, സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ KV സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ വൻതോതിൽ ലഹരിമരുന്ന് പിടികൂടി. 100 കുപ്പിയോളം മയക്കുമരുന്നാണ് പിടിച്ചത്. കടപ്പാട്ടൂർ സ്വദേശി കാർത്തിക് മനു എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. പാലായിൽ വൻതോതിൽ ലഹരിമരുന്ന് പിടികൂടി. പാല എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കൊറിയർ സർവീസിൽ നിന്നും പുറത്തു കൊണ്ടുപോകും വഴിയാണ് 100 കുപ്പിയോളം മയക്കുമരുന്ന് പിടികൂടിയത്. സംഭവത്തിൽ പാല കടപ്പാട്ടൂർ സ്വദേശി കാർത്തിക് മനുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാലായിലും പരിസര പ്രദേശങ്ങളിലും ഓൺലൈൻ വഴിയാണ് മരുന്ന് വിറ്റഴിച്ചിരുന്നത്. കൊറിയറിൽ സംശയം തോന്നിയ സ്ഥാപന ഉടമ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. മരുന്ന് 1 കുപ്പിക്ക് 100 രൂപയോളം വില വരും. പുറത്ത് 600 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നാണ് ഇയാൾ മയക്കുമരുന്നായി വിറ്റഴിച്ചിരുന്നത്. പ്രതിയെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് ബി, എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, പ്രിവന്റീവ് ഓഫീസർമാരായ രാജേഷ് ജോസഫ്, ഷിബു ജോസഫ്, രതീഷ് കുമാർ, തൻസീർ EA, മനു ചെറിയാൻ, ഡ്രൈവർ സുരേഷ് ബാബു എന്നിവർ എക്സൈസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. വയറിനുള്ളിൽ ഗുരുതര രോഗവുമായി മല്ലിടുകയാണ് പൈക സ്വദേശി റോണി സെബാസ്റ്റ്യൻ. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ലക്ഷങ്ങളുടെ ചെലവ് വരും. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് റോണിയും കുടുംബവും. പാല പൈക മല്ലകശ്ശേരി ഭാഗത്ത് തുണ്ടിയിൽ റോണി സെബാസ്റ്റ്യൻ എന്ന 44 വയസ്സുകാരൻ ജീവന് വേണ്ടി പോരാടുകയാണ്. റോണിയും ഭാര്യ നീതുവും മക്കളായ അലനും അതുലും അലോനയും അടങ്ങുന്ന കൊച്ചുകുടുംബമായിരുന്നു റോണിയുടേത്. 5 സെന്റിലെ കൊച്ചു വീട്ടിലായിരുന്നു സന്തോഷത്തോടെ റോണിയും കുടുംബവും കഴിഞ്ഞിരുന്നത്. 1 വർഷമായി റോണിക്ക് വിശപ്പില്ലായ്മയും വയറ്റിൽ വേദനയും അനുഭവപ്പെട്ടു. വിശദമായ പരിശോധനയിൽ ക്രോണിക് കാൽസിഫിക് പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു. ഉടൻ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ റോണിയുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ചേർപ്പുങ്കൽ മാർസിലിവ മെഡിസിറ്റിയിലാണ് ചികിത്സ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന റോണിക്കായി എലിക്കുളം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് അംഗം മാത്യൂസ് പെരുമനങ്ങാട് ചെയർമാനും ജോബി തോമസ് പൊട്ടാങ്കുളം കൺവീനറും സൈനു കുന്നത്തുപുരയുടെ ജനറൽ കൺവീനറുമായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണം, പക്ഷേ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്ന് പറഞ്ഞതിന് അതുകൊണ്ട് അത് നമ്മൾ മെഡിസിറ്റി വെച്ച് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ കണ്ടു. അപ്പോൾ നമുക്കത് 1 മാസത്തിനകമെങ്കിലും ഈ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. റോണിയുടെ ജീവന് അപകടമാണ്. റോണിക്ക് 9ലും 6ലും 3ലും പഠിക്കുന്ന 3 ചെറിയ പിള്ളേരാണുള്ളത്. റോണിയാണ് വീട്ടിലെ ഏക വരുമാനം. അതുപോലെ 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. റോണി ഭാര്യയും 3 പിള്ളേരും അടങ്ങുന്ന കുടുംബമാണ് അവരുടേത്. അപ്പോൾ നമ്മുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് ജോണിൽ നമുക്ക് ഈ കുടുംബത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഏകദേശം 6 ലക്ഷം രൂപയോളമെങ്കിൽ നമുക്ക് സ്വരൂപിക്കണം. നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണ അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. റോണിയുടെയും വാർഡ് മെമ്പറായ എൻ്റെയും അതുപോലെ കൺവീനറായ ജോയി സാറിൻ്റെയും പേരിൽ ഫെഡറൽ ബാങ്കിൽ ഞങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ അക്കൗണ്ട് മുഖാന്തരവും പിന്നെ ആൾക്കാരെ നേരിട്ട് കണ്ടു ഈ കാര്യങ്ങൾ ബോധിപ്പിച്ച് പിരിക്കാൻ ധനസമാഹരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. റോണിയെയും കുടുംബത്തെയും സഹായിക്കാൻ കരുണയുള്ളവർ തയ്യാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് നമ്പർ 111500114610, IFSC കോഡ് FDRL 0001115, ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് പൂവരണി. ഫോൺ 8606014218. വാർഡംഗം മാത്യൂസ് പെരുമനങ്ങാട്, ജോബി തോമസ് പൊട്ടംകുളം, സൈജു കുന്നത്തുപുരിടം, റോണി ഭാര്യ നീതു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാല രൂപത ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാല രൂപത 42ാമത് ബൈബിൾ കൺവെൻഷന് സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ തിരിതെളിഞ്ഞു. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമ്മനാലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് 5 ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30 ജപമാലയും 4 വിശുദ്ധ കുർബാനയോടെയും ആരംഭിച്ച് രാത്രി 9 ദിവ്യകാരുണ്യ ആരാധനയോടെ അവസാനിക്കുന്ന രീതിയിലാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദൈവം പിറക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലാണെന്ന് ബിഷപ്പ് പറഞ്ഞു. ദൈവം പിറക്കുന്നത് കോലാഹലങ്ങൾക്കെല്ലാം അപ്പുറത്താണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലായിരിക്കാം
വലിയ സത്രങ്ങൾക്ക് അപ്പുറത്തുള്ള കേവലം തൊഴുത്തുകളിലായിരിക്കാം. ബാഹ്യമായ എല്ലാ ആഹ്വാനങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ഇടത്തായിരിക്കാം ഈശോ പിറക്കുന്നത് എന്നുള്ള സത്യമാണ് നിരന്തരമായിട്ട് ഈ കാലഘട്ടം, മംഗളവാർത്ത കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകുന്നേരം കുമ്പസാരത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുവജന വർഷാചരണത്തിന്റെ ഭാഗമായി യുവജന സംഗമം ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8:30 മുതൽ ഉച്ചകഴിഞ്ഞ് 2 വരെയാണ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ യുവജന സംഗമം ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലായിൽ KSEB ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വൈദ്യുതി ചാർജ് വർധനയിൽ സർക്കാരിനെതിരെ ജനരോഷം ശക്തമാണെന്ന് KPCC നിർവാഹക സമിതി അംഗം ജോഷി ഫിലിപ്പ് പറഞ്ഞു. കോൺഗ്രസ് വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. വൈദ്യുതി ചാർജ് വർധനവിൽ സർക്കാരിനെതിരെ ജനരോഷം ശക്തമെന്ന ജോഷി ഫിലിപ്പ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കേണ്ട കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുവാൻ സർക്കാർ എടുത്ത തീരുമാനമാണ് ചാർജ് വർധനവിന് ഇടയാക്കിയതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് KPCC നിർവാഹക സമിതി അംഗം ജോഷി ഫിലിപ്പ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് മേലിൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അന്യായമായ വിധത്തിലുള്ള വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരളത്തിൽ കോൺഗ്രസ് വലിയ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അനീതിക്കെതിരെ ഒന്നാം ഘട്ടമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നമ്മൾ പന്തംകുളത്തിൽ പ്രകടനം നടത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർത്തുകയുണ്ടായി. രണ്ടാം ഘട്ടമായിട്ട് നടക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ വൈദ്യുതി ഓഫീസ് മാർച്ചും ധർണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാലാ വൈദ്യുതി ഭവനിലേക്ക് പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ചും ഈ പ്രതിഷേധ ധർണയും ഒക്കെ ഇവിടെ നടത്തുന്നു. വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈദ്യുതി ഭവന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ കാലത്ത് ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡിനെ കോടികളുടെ കടക്കണിയിലാക്കിയത് LDF ഗവൺമെന്റാണ്. വൻ അഴിമതിയാണ് വൈദ്യുതി വകുപ്പിൽ നടക്കുന്നതെന്നും വൈദ്യുതി വാങ്ങാൻ UDF സർക്കാർ ഉണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കി പുതിയ ഹ്രസ്വകാല കരാർ ഉണ്ടാക്കിയതിന് പിന്നിൽ ചിലരുടെ വൻ സാമ്പത്തിക താൽപര്യങ്ങളാണ്. ഇതേപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് N. സുരേഷ് അധ്യക്ഷത വഹിച്ചു. UDF പാലാ നിയോജകമണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊല്ലാനി, രാജൻ കുലമ്പറമ്പിൽ, ഷോജി ഗോപി, സാബു എബ്രാഹിം, പയസ് മണി, രാജു കൊപ്പുഴ, തോമസുട്ടി നെച്ചിക്കാട്, KJ ദേവസ്യ, ബിപിൻ രാജ്, പ്രദീപ് പ്ലാച്ചേരി, പ്രിൻസ് VC, രാഹുൽ PN, ഹരിദാസ് അരിമുത്ര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും അമ്മാവനെയും കൊലപ്പെടുത്തിയ കേസ് പ്രതിയുടെ ശിക്ഷ ശനിയാഴ്ച വിധിക്കും. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡ് ക്രിസ്മസ് പുതുവത്സര വിപണി കോട്ടയം ജില്ലയിൽ തുറന്നു. സഹകരണ മേഖലയുടേത് സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളെന്ന് മന്ത്രി VN വാസവൻ. കുഞ്ഞു പാപ്പാമാർ അരങ്ങ് കീഴടക്കി. ഗാനങ്ങൾക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. സ്കൂളുകളിൽ വർണ്ണാഭമായി ക്രിസ്തുമസ് ആഘോഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.